Figure A and B show the field lines of positive and negative point charge respectively. There are 5 sub-questions. First, A. Give the signs of the potential difference Vp minus Vq and Vb minus Va. B. Give the sign of the potential energy difference of a small negative charge between the points Q and P and A and B. C. Give the sign of the work done by the field in moving a small positive charge from Q to P. D. Give the sign of the work done by the external agency in moving a small negative charge from B to E. E. Does the kinetic energy of a small negative charge increases or decreases in going from B to E? Let us draw the figure first. Positive charge ആണ്. Positive chargeന്റെ electric field lines ആണ്. Okay. എല്ലാം outward pointing ആയിരിക്കും. Okay. Then in the same way there is a negative charge. Separate figures ആണ്. This is the figure A and this is the figure B. Here നെഗറ്റീവ് ചാർജസ് ആയതുകൊണ്ട് ഇൻവേർഡ് ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ. ഫസ്റ്റ് ഫിഗറിൽ ഒരു പോയിൻറ്റ് പി ആൻഡ് എ പോയിൻറ്റ് ക്യൂ. ഇൻ ദ സെയിം വേ നെഗറ്റീവിലും രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എ, സെക്കൻഡ് വൺ ബി. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. എ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് ദ സൈൻസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പി മൈനസ് വി ക്യൂയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ നമുക്ക് ക്യൂവിൽ കൊണ്ടുവരാൻ വേണ്ട പൊട്ടൻഷ്യലാണ് വി ക്യൂ. ദെൻ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ പിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ അറ്റ് പി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ? വി ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ ആണ് അല്ലേ? ക്യൂ ബൈ ആർ ആണ്. അപ്പോൾ വി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്. ക്ലിയർ? അത് ആർ ക്യൂ ആയിരിക്കും. ക്ലിയർ? അതുപോലെ ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് ആർ പി. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. സോ 1/4πε0 ക്യൂ ബൈ ആർ പി. അതുപോലെ ആർ ക്യൂ ആണ്. 1/4πε0 ക്യൂ ബൈ ആർ ക്യൂ. The same way Vp equal to 1/4πε0 Q by Rp. We know that Rp less than Rq. Am I right? Your distances Rq-നേക്കാൾ ലെസ് ആണ്. സോ ഒരു നമ്പറിൻ്റെ നോക്കൂ, ഈ വി ക്യൂലും വി പിയിലും 1/4πε0 രണ്ടിലും കോമൺ ആണ്. ദെൻ ക്യൂവും രണ്ടിലും കോമൺ ആണ്. ആകെ ഡിഫറൻസ് ആയിട്ടുള്ളത് ഡിനോമിനേറ്റർ ടേമാണ്. അതിൽ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് മൊത്തം ഈ നമ്പർ ഇൻക്രിമെൻ്റ് ആവും. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ലുക്ക് ഹിയർ, 4/2 ചെയ്താൽ നമുക്ക് 2 കിട്ടും. 4/4 ചെയ്താലോ 1 കിട്ടും. നോക്കിയേ, ഇവിടെ ന്യൂമറേറ്ററൊക്കെ സെയിം ആണ്. ഈ ഡിനോമിനേറ്റർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഡിനോമിനേറ്റർ ഓൺലി ഡിഫറിങ്. സോ ലോവർ ഓർ ലെസ്സർ ഡിനോമിനേറ്റർ ഉള്ളതിൽ നമുക്ക് ടോട്ടൽ വാല്യൂ 2 ആണ്. ഗ്രേറ്റർ ഡിനോമിനേറ്റർ ഉള്ളതിൽ നമുക്ക് ടോട്ടൽ വാല്യൂ 1 ആണ്. 2 ഇസ് ഗ്രേറ്റർ ദാൻ 1. ഇൻ ദ സെയിം വേ ലെസ്സർ ഡിനോമിനേറ്റർ ഉള്ളതിനായിരിക്കും ഗ്രേറ്റർ വാല്യൂ. ക്ലിയർ? സോ ഇവിടെ ലെസ്സർ ഡിനോമിനേറ്റർ ഉള്ളത് വി പിക്കാണ്.
So Vp greater than Vq. So Vp greater than Vq. Clear? So definitely Vp minus Vq. Vp minus Vq കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് റിസൾട്ട്. Vp greater than Vq ആണ്. സോ Vp മൈനസ് Vq കണ്ടാൽ നമുക്ക് പോസിറ്റീവാണ്, പോസിറ്റീവായിട്ടുള്ളൊരു ആൻസറാണ് കിട്ടുക. ക്ലിയർ? പോസിറ്റീവ് ആൻസർ. ഇൻ ദ സെയിം വേ ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിന് ബിയിലേക്ക് കൊണ്ടുവരണം, അതുപോലെ ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിന് ഇയിലേക്ക് കൊണ്ടുവരണം. നമുക്കിവിടെ വി എയും വി ബിയുമാണ് കാണേണ്ടത്. ക്ലിയർ? നോർമൽ ഇക്വേഷൻ വി ഈക്വൽ ടു 1/4πε0 Q/R ആണ്. ഇവിടെ ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോസിറ്റീവ് ചാർജിന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ക്ലിയർ? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനല്ലേ കൊണ്ടുവരിക. ഈ ചാർജാണ് നമ്മളിവിടെ എഴുതുക. ദിസ് ചാർജ് ഇസ് minus Q. Clear? This charge is minus Q and R A. The same way VB ഇൻഫിനിറ്റിന്ന് ഇവിടെ കൊണ്ടുവരാനാണ്. സോ അവിടെയുള്ള ചാർജ് മൈനസ് Q ബൈ ആർ ബി. I just explained the situation. We have to bring a unit positive charge from infinity to the point B. The work done to bring that unit positive charge from infinity to B is stored as potential energy at the point B. That is VB equal to 1/4πε0 minus Q by RB. Why it is minus Q? Here the source charge is negative. In the general equation, this value is the source charge. Clear? Here it is negative, so we have to put a minus symbol here. Then work done to bring a unit positive charge from infinity to the point A as VA equal to 1/4πε0 minus Q by R. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ മൈനസ് വർക്കാണ് സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് തന്നെ മൈനസ് വർക്ക് മീൻസ് ഇതിൽ വി എയും വി ബിയും നെഗറ്റീവാണ്. കണ്ടു, ഈ നെഗറ്റീവ് സിമ്പിൾ ഉണ്ടല്ലോ, ആ നെഗറ്റീവ് സിമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ പുട്ട് ചെയ്യാം. സോ വി എ ആൻഡ് വി ബി ആർ നെഗറ്റീവ് ഹിയർ. നെഗറ്റീവ് വാല്യൂസ് ആണ് വി എക്കും വി ബിക്കും കിട്ടുന്നത്. ആർ ബി ഗ്രേറ്റർ ദാൻ ആർ എ. ക്ലിയർ? ആർ ബി ഗ്രേറ്റർ ദാൻ ആർ എ. ദെൻ ഒരു എക്സാമ്പിൾ പറയാം. 4/2 ആയിരുന്നില്ലേ നേരത്തെ പറഞ്ഞത്, അത് -4/2 ആണെന്ന് വിചാരിക്കുക. അതുപോലെ -4/1 ആണെന്ന് വിചാരിക്കുക. -4/2 വി ഗെറ്റ് -2, -4/1 വി ഗെറ്റ് -4. ക്ലിയർ? ഇവിടെ ഡിനോമിനേറ്റർ ലെസ്സർ ആവുമ്പോൾ ന്യൂമറിക്കലി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷേ നെഗറ്റീവ് വാല്യൂ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഗ്രേറ്റർ നമ്പർ ആൻഡ് ദിസ് ഇസ് ദ ലെസ്സർ നമ്പർ. ലൈക്ക് ദാറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഡിനോമിനേറ്റർ കുറഞ്ഞാലും ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ്, വി ബിയുടെ ഡിനോമിനേറ്ററാണ് ഗ്രേറ്റർ. സോ ഇത് ന്യൂമറിക്കലി ലെസ്സർ വാല്യൂ ആയിരിക്കും, ലൈക്ക് -2. ഇത് ന്യൂമറിക്കലി ഗ്രേറ്റർ ആയിരിക്കും, ലൈക്ക് -4. പക്ഷേ ഏതാണ് നെഗറ്റീവ് നമ്പറിൽ ഏതാണ് ഗ്രേറ്റർ? -2. സോ ലൈക്ക് ദാറ്റ് വി ബി ഗ്രേറ്റർ ദാൻ വി എ. So VB minus VA equal to positive. നമ്മളോട് വി പി മൈനസ് വി ക്യു ആണ് കാണാൻ പറഞ്ഞത്, അത് പോസിറ്റീവ്. ഇവിടെ വി എ മൈനസ് വി ബി അല്ല പറഞ്ഞത്. അങ്ങനെയായിരുന്നെങ്കിൽ നെഗറ്റീവ് ആയിരുന്നു വരിക. ഇവിടെ അവർ വി ബി മൈനസ് വി എ ആണ് ചോദിച്ചത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. ക്ലിയർ? സി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ ഒരു പോയിന്റിലും ക്യൂ പോയിന്റിലും പി പോയിന്റിലും -Q ചാർജ് ആണ് ഉള്ളത് എങ്കിൽ, ക്ലിയർ, ഇറ്റ് ഇസ് നോട്ട് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് യൂണിറ്റ് ചാർജ്. ഇറ്റ് ഇസ് എ charge having
magnitude other than 1. Clear? So we have to calculate potential energy. Potential energy notation U ആണ്. Potential ആണ് V. Potential energy notation U ആണ്. Potential energy equation എന്ന് പറഞ്ഞാൽ charge into potential ആണ്. Charge into potential. Clear? Charge into potential. Clear? That means U equal to Q V. Clear? If we want to find the potential energy at the point P, we can represent that as UP. Then charge at P minus Q into potential at P, VP. Potential energy at the point Q equal to charge at the point Q into potential energy at the point Q. Clear? Then we want to find the difference between those two points. നമുക്ക് എങ്ങനെ വേണേലും എടുക്കാം UQ minus UP. Just substitute UQ value minus Q VQ മൈനസ്, ഇത് ഈ മൈനസ് ആണ്. ദെൻ യു പിയുടെ ഒരു മൈനസും കൂടെ വരും. ജസ്റ്റ് പുട്ട് എ ബ്രാക്കറ്റ് ഹിയർ ടു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ? ദെൻ വി ക്യാൻ റൈറ്റ് മൈനസ് ക്യു വി ക്യു, മൈനസും മൈനസും പ്ലസ് ആവും, ക്യു വി പി. ക്ലിയർ? ടേക്ക് ക്യു ഔട്ട്സൈഡ്, ദെൻ minus VQ plus VP. Then ഈ രണ്ട് ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ക്യൂ അതുപോലെ എഴുതി, ഇതിലുള്ള പോസിറ്റീവ് ടേമിനെ ഫസ്റ്റ് എഴുതി. ദെൻ ക്ലിയർ? You already find out that VP minus VQ is positive in the first sub question. Charge into positive means total നമുക്ക് കിട്ടുന്ന result of potential energy difference, അതായത് UQ minus UP എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്. Clear? In the same way, if we place a minus Q charge at the point A and minus Q charge at point B, we want to find the potential energy difference between these two points. For that, as in the previous case, U equal to general equation of potential energy ആണ് charge into potential. U equal to Q into V. അപ്പോൾ UB എന്ത് വരും? ദിസ് പോയിന്റിലുള്ള ചാർജ് ഇൻറ്റു ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ VA. UA equal to minus Q into VA. And the potential energy difference between the point A and B. That means UA minus UB. UAയുടെ ഇക്വേഷൻ കൊടുക്കുന്നു Q VA minus ഈ മൈനസ് ആണ്. ദെൻ ഫോർ ദ നെക്സ്റ്റ് ടേം മൈനസ് Q VB. ക്ലിയർ? ദെൻ മൈനസും മൈനസും പ്ലസ് ആയി Q VB. I just take Q out, then minus sign under VA plus VB. Q into, I just rearrange the terms like VB first and minus VA second. We already find out that VB minus VA is positive in the first sub question. VB minus VA is positive. So total Q into a positive number, definitely it will be a positive number. The result or sign of the potential energy difference between the point A and B will be positive. Clear? Now we can do the third question. Work done sign ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത് ആദ്യം കോൺസെപ്ച്വൽ ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഡോട്ട് എസ് ആണ് വർക്ക് ഡൺ. മീൻസ് എഫ് എസ് കോസ് തീറ്റ. പോസിറ്റീവ് ചാർജ് plus Q is placed at Q and we have to bring the plus Q charge from Q to P.
Clear? I think it is okay. Plus q charge ingottu kondu poranamengil charge plus q is displaced from displacement in the direction from the charge q to p. This is the direction, and you look at the direction of field lines. All are outwards, means direction of electric field is like this. Direction of electric field lines means force means positive to negative ആണ്, so outward ആണ് force. Here we do a work on the charge plus q to bring it from the point q to p against this force. That means here the work done is against the electric force, or the displacement is against the direction of force. Okay, then simply the direction of force and the direction of displacement are anti-parallel. That means the angle between them is 180 degree. Okay, just put the value here, f as cos 180. What's the value of cos 180? Cos 180 is minus 1. That means minus fs. From that we can understand work done as negative. Listen carefully. And the question D, they asked to find out the work done. Sign of work done. To bring a negative q charge from the point B to A. When we bring a negative q charge from B to A, direction of field lines are into the negative charge, so the direction of force is in this towards the left. Okay, direction of force is towards the left or into the negative charge, and also we bring negative charge to the negative source charge, so displacement and force are in the same direction. That means theta, angle between f and s, they are parallel to each other. The direction of force and displacement are parallel to each other, so the angle between them is equal to 0. Look at here, work done equal to f dot s, means fs cos theta. Here theta is 0, so fs into plus 1, that means positive fs. That means work done is positive here. Here force and displacement are in same direction. In the question A, they ask what happened to kinetic energy of a small negative charge from B is moving to the point A. Clear? Or if we want to bring minus q from B to the point A, what happened to the kinetic energy? We know that kinetic energy, ശ്രദ്ധിക്കുക, മൈനസ് ക്യൂ, ബിയിൽ മൈനസ് ക്യൂ ചാർജ് ഉണ്ട്, അതിനെ നമുക്ക് എ എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്കറിയാം കൈനറ്റിക് എനർജി ½ ആണ്. അതായത് വി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓൾസോ ഇൻക്രീസസ്, ഓർ വി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓൾസോ ഡിക്രീസസ്. Here it is negative charge and the source charge is also negative. There is a force of repulsion between those two charges. Like charge repels each other, so definitely there is a force of repulsion. So ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരുടെ ഡിസ്റ്റൻസ് കുറയുമ്പോൾ അല്ലെ അവർ നിയറർ ആവുമ്പോൾ കൂടുതൽ റിപ്പൾഷൻ ആണ് ഉണ്ടാവുക, കൂടുതൽ റിപ്പൾഷൻ. ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കില്ല. ശ്രദ്ധിക്കുക, ഹിയർ ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ these two like charge, velocity decreases. As a result, kinetic energy also decreases from B to A. I think all are clear to you. Thank you.